മാം ഇനി ഒരു എപ്പോഴാ തിരികെ പോകുന്നത്? വിസ വന്നാ പോണം, കാരണം ഇപ്പൊ വിസ കുറച്ച് ഡിലേഡ് ആണ്. ഓക്കെ, ഇപ്പൊ മാം ഇപ്പോ വിസ വന്നു കഴിഞ്ഞാൽ തിരികെ ഇനി കിർഗിസ്ഥാനിലേക്ക് പോകുന്നതായിരിക്കും. ഇനി പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്? നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് മെയിൻ ആയിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് അരിയാണ് അരി കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നത്. ശരി. അപ്പൊ അതിന് കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞത് ഞാൻ വെജിറ്റേറിയൻ ആണ്. അപ്പം ഞാൻ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് പയറും അരിയും കൂടെ ആയിട്ടുള്ള കഞ്ഞിയാണ്. ഓക്കെ. അപ്പൊ അതിന് വെള്ള അരി പറ്റില്ല. മാത്രമല്ല അവിടെയുള്ള അരി എന്ന് പറയുന്ന ഒരു കുട്ടുന്ന ഒരു തരം അരിയാണ്, സ്റ്റിക്കി റൈസ് ആണ്. അത് കഞ്ഞി വെച്ചാലും കൊള്ളൂല, ചോറുന്നാലും അപ്പം നോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്റെ കൂടെ കഴിക്കാൻ വിഷമമില്ല, വെറുതെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചമ്മന്തിപ്പൊടി കൊണ്ടുപോയിരുന്നു, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ സ്മെല്ലൊന്നും എനിക്ക് ഇഷ്ടമായി, ഓയിലി സ്മെല്ല് വരും, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷെ അരി കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പയറൊക്കെ അവിടെ കിട്ടും. കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെ എന്നാലും അവിടെ കിട്ടും, പ്രശ്നമില്ല. പിന്നെ സ്പൈസസ്, കുറച്ച് സ്പൈസസ് കൊണ്ടുപോകണം. പിന്നെ മോന് കുറച്ച് ബേക്കറി സാധനങ്ങൾ കൊണ്ടുപോകണം. ഒരു സാധനമേ ഇല്ല ഇവിടത്തെ ഒരു സാധനം അവിടെ കിട്ടൂല, വേറെ സാധനങ്ങളാ. മോന് മാത്രമല്ല, ഒരുപാട് മക്കൾ എന്നോട് മെസ്സേജ് അയച്ചു ഞാൻ വരുന്ന യാത്ര ആക്കുന്ന സമയത്ത് എന്താ കൊണ്ടുവരുന്നത്, അവർക്ക് എന്താണ് പിന്നെ തക്കാളി മുറുക്ക് വേണം, പിന്നെ ജാക്ക് ഫ്രൂട്ട് ചിപ്സ് വേണം, ഇങ്ങനെ കുറെ കണക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് കൊണ്ടുപോകുന്നതിന്, അതുകൊണ്ട് അത്രയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂല. എന്നാലും കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. വേറൊന്നുമില്ല, എക്സ്പെൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ വിദേശ പഠനത്തിന് ചെല്ലുന്ന കുട്ടികൾ അവിടെ പാർട്ട് ടൈം ജോബുകൾ ചെയ്യാറുണ്ട്, നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പം കിർഗിസ്ഥാനിലെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? അപ്പൊ അതിന് സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല. അങ്ങനെ സിറ്റുവേഷൻ നമ്മുടെ കുട്ടികൾക്ക് ഇല്ല. എലപ്പോയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല, അവസരങ്ങളില്ല. ഒന്നാമത്തേത് അതിനുള്ള അവസരം ഇല്ല എന്നുള്ളതാണ്. കിർഗിസ്ഥാനില് പിന്നെ അങ്ങനെ അധികം ബിഷ്കേക്കാണ് സെൻട്രലൈസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇങ്ങനെ അധികം വ്യവസായങ്ങളും ബാക്കി ഇൻഡസ്ട്രീസോ ബാക്കി അതൊന്നും കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു പിന്നെ അറ്റ്മോസ്ഫിയർ അവിടെ ഇല്ല, തൊഴിലെടുക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല. രണ്ടാമത് ഇത്രയും ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവരൊക്കെ 8:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6-6:30 വരെ, 5 മണി വരെ ക്ലാസ് ആണെങ്കിലും പിന്നെ ടീച്ചേഴ്സിനെ കാണാനും ബാക്കി ഇതെല്ലാം അവിടെ നിൽക്കും. 6:30-7 ആവും ഹോസ്റ്റലിൽ എത്തുമ്പോൾ. ഈ വരുന്നത് ശരിക്ക് ടയേർഡായിട്ടാണ് വരുന്നത്. ടയേർഡെന്ന് മാത്രമല്ല, അതാണ്ട് ഇടിച്ചു വീഴിയാന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയൊക്കെ മോൻ പറയുക, അങ്ങനെയൊക്കെ വരിക. പക്ഷെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അസൈൻമെന്റ് ചെയ്യാൻ കാണും, സെമിനാർ പ്രിപ്പറേഷൻ ഉണ്ടാവും, പഠിക്കാനുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ടീച്ചേഴ്സ് ഫാക്കൽറ്റീസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ പാർട്ട് ടൈം അഡ്ജസ്റ്റബിൾ അല്ല. അല്ലെങ്കിലും ഈ MBBS ഞാൻ ചോദിച്ചത് തന്നെ തെറ്റായിപ്പോയി. കാരണം MBBS എന്ന് പറയുമ്പോൾ അത്രയധികം പഠിക്കാനും അല്ല, അത് അങ്ങനെ അത് മാത്രമേ, അതിന് വേറെ ഇതുണ്ട്. കാരണം വെച്ചാൽ ചില കൺട്രിയിൽ എനിക്ക് തോന്നുന്നു റഷ്യയിലൊക്കെ കുറച്ചുകൂടെ ടൈം ഡ്യൂറേഷൻ കുറച്ച് എക്സ്റ്റെൻഡഡ് ആണ്. ഇവര് എടുക്കുന്നതിനേക്കാളും 1 ഇയർ കൂടെ കഴിഞ്ഞാണ് ആ കുട്ടികൾ ക്വാളിഫൈ ചെയ്യുന്ന. ടൈം പീരീഡ് കുറച്ച് ഇതാണ്. അപ്പം അവിടെ അങ്ങനെ ആകുമ്പോഴേക്കും ഇത് ടീച്ചിങ് അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം നമുക്കൊരു ദിവസത്തിൽ ഇത്ര മണിക്കൂറേ ക്ലാസ് ഉള്ളൂ. ഇപ്പോൾ ഉച്ചവരെ അല്ലെങ്കിൽ 2 മണി വരെ ക്ലാസ് ഉണ്ടെങ്കിൽ 1 മണിക്കൂർ റിലാക്സ് ചെയ്തിട്ട് 2 മണിക്കൂർ പുറത്തുപോയി വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നാട്ടിലെ MBBS കാലഘട്ടം എന്ന് പറയുന്നത് 5 വർഷമാണ്. അവിടെ എങ്ങനെയാണ്? കിർഗിസ്ഥാനിൽ 5 വർഷം 6 വർഷം എടുക്കും. കാരണം നമ്മൾ ക്ലിനിക്കലിന്റെ ഷാഡോ ഡോക്ടറിങ് ഉണ്ടല്ലോ, ഷാഡോ ഇതും കൂടെ ചേർത്തിട്ട് 6 ഒരു നെക്സ്റ്റ് ഇയർ ഹൗസ് സർജൻസി, നാട്ടിലെ ഹൗസ് സർജൻസി എന്ന് പറയുന്ന പോലെ അല്ലേ? 1 ഇയർ അവിടെയും ഉണ്ടാകും. ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നാട്ടിലെ ഫാക്കൽറ്റീസ് അവിടെ അവൈലബിൾ ആണോ, അതോ കിർഗിസ്ഥാൻ ടീച്ചേഴ്സ് ആണോ അവിടെ പഠിപ്പിക്കുന്നത്? നാട്ടിലെ ഫാക്കൽറ്റീസ് തന്നെയാണ്. ആണോ? തീർച്ചയായും ആണെന്ന് മാത്രമല്ല, അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സുമാണ്. പിന്നെ അതിലെ ഒരു സാർ എനിക്ക് തോന്നുന്നു പിന്നെ ഫിസിയോളജിയുടെ സാറാണ്. 15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള സാറാണ്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള എനപ്പോയില് 15 വർഷമായിട്ട്. മലയാളിയാണോ സൗത്ത് ഇന്ത്യൻ ആണോ? മറ്റേ കർണാടക. മലയാളം അറിയാം സാറിന്, മലയാളത്തിൽ സംസാരിക്കും. മലയാളം കർണാടകമൊക്കെ അറിയുന്ന സാറാണ്, കന്നഡയൊക്കെ അറിയുന്ന സാറാണ് സീനിയർ മോസ്റ്റ്. പിന്നെ അവിടെ പിന്നെ അനാട്ടമി എടുക്കുന്ന 2 പേര് കോട്ടയത്തുള്ളവരാണ്. കുറച്ച് യങ്സ്റ്റേഴ്സ് ആണ്, പക്ഷെ ടോട്ടലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. അവരവിടെ പഠിച്ചവരാണോ? അവര് ഇവിടെ പഠിച്ചവരാണ്. ഇവിടെ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അനാട്ടമി എടുത്തേക്കുന്നത്, ഡിഗ്രി എടുത്തേക്കുന്നത്. അതിനുശേഷം അവർ കുറച്ചുകൾ ഇവിടെ പഠിപ്പിച്ചിരുന്നു. അതിനുശേഷം ഒരു ചാൻസ് വന്നപ്പോഴാണ് കിർഗിസ്ഥാനിലേക്ക് പോയിരിക്കുന്നത്. പിന്നെ ബാംഗ്ലൂരിൽ നിന്നൊരു സാറുണ്ട്,
സാറ് ബയോകെമിസ്ട്രി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം പയ്യനാണ്. പിന്നെ സാറ് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ ഡിക്ഷണറിയിൽ ഒന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു വാക്കില്ല, സ്ട്രിക്റ്റ് എന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ. പയ്യനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ക്ലാസ് 8:30 ക്ലാസ്, സാറിന്റെ ക്ലാസ് ആണ്. 8:30 സാറ് ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നോ എൻട്രി ആണ്. അപ്പൊ സാറിന്റെ ക്ലാസ്സിൽ അത് കാരണം 7 മണിയാകുമ്പോഴേ കുട്ടികൾ ബഹളം വെക്കും ഹോസ്റ്റലിൽ നിന്ന് ഓടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ ഇത് കുട്ടികൾ കൂടുതൽ ഓവർ ഹെക്ടിക് ആകുന്നുണ്ടോ? ഒരു ഞാൻ പറഞ്ഞ ഇതിലതില്ല. എന്റെ മൂത്താളിന്റെ അവിടെ അങ്ങനെയാണ്, ഡോർ ക്ലോസ് ചെയ്യും ആ കൃത്യം ടൈമില്. പിന്നെ അറ്റൻഡൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി 2 മിനിറ്റ് കൊണ്ട് എല്ലാം പഞ്ചിങ് ഇതെല്ലാം പഞ്ച് ചെയ്തിട്ട് വേണം ഈ കൃത്യം ടൈമില് അകത്ത് കയറാൻ അവർക്ക്. എന്നിട്ട് ടീച്ചർ ക്ലോസ് ചെയ്യും. ഇവിടെ പഞ്ചിങ് അല്ല, ടീച്ചേഴ്സ് 1 by 1 പേര് വിളിച്ച് തന്നെയാണ് അറ്റൻഡൻസ് എടുക്കുന്നത്. അപ്പം ഫാക്കൽറ്റീസ് അതുകൊണ്ട് അക്കാഡമിക് എല്ലാം വളരെ കൃത്യമായിട്ട് അവര് പിന്നെ മദ്രാസിൽ നിന്നൊരു സാറുണ്ട്, സുനിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സാറ്. അപ്പം സാറും ഒക്കെ വളരെ എല്ലാ ഫാക്കൽറ്റീസും വളരെ ഇന്ത്യൻ ഫാക്കൽറ്റീസ് ആണെന്ന് മാത്രമല്ല, മലയാളികളുണ്ട്. പിന്നെ മാത്രമല്ല അപ്രോച്ചബിൾ ആണ്. മറ്റ് നമ്മൾ പല ഇപ്പൊ ഇന്ത്യയിൽ, കേരളത്തിൽ തന്നെ പല മെഡിക്കൽ കോളേജിലും പോയി കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ഫാക്കൽറ്റി റിലേഷൻ അത്ര ക്ലോസ് അല്ല. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു, അവർ തമ്മിലുള്ള റാപ്പോ എങ്ങനെയുണ്ടെന്നുള്ളത്. ഭയങ്കര ക്ലോസ് ആണ്. ക്ലോസ് ആണെന്ന് മാത്രമല്ല, ഇപ്പൊ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം എന്തെങ്കിലും മനസ്സിലാകാത്തൊക്കെ ഉണ്ടായാൽ പേഴ്സണലി ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും. അങ്ങനെ മാറ്റി നിർത്തുമൊന്നുമില്ല, ചേർത്ത് പിടിക്കുന്നവരാണ്, സ്ട്രെസ് കൊടുക്കുന്നവരല്ല. പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച അനുവദിക്കുകയില്ല. ഒരു മാർക്ക് പോലും എക്സ്ട്രാ കൊടുക്കില്ല. 1/2 മാർക്ക് 1/4 മാർക്കൊക്കെ ആളുകളാണ്. അങ്ങനെ കൃത്യമായിട്ട് പോയിന്റ് നോക്കി അങ്ങനെ ചെയ്യുന്ന ആളുകളാണ്. നല്ല ഫാക്കൽറ്റീസ് ആണ്. മാം, നമ്മുടെ കിർഗിസ്ഥാൻ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസിനെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ? അത്രത്തോളം ഇതാക്കിയില്ല. മോന്റെ കിട്ടിയ ഫീഡ്ബാക്ക് മാത്രമേ ഉള്ളൂ. എക്സാംസ് ഒക്കെ ഈ പറഞ്ഞ പോലെ വളരെ കൃത്യമായ ടൈമിൽ അവര് ഷെഡ്യൂൾ ചെയ്യും. പിന്നെ ഫേവറിസം ഇല്ല, അതാണ് ഏറ്റവും അധികം ഇതായിട്ടുള്ളത്. ഫേവറിസം ഇല്ല. പിന്നെ മറ്റ് പല മെഡിക്കൽ കോളേജുകളിലും പിന്നെ ചില സബ്ജക്റ്റ് ഒക്കെ വരുമ്പോൾ ചില ടോപ്പിക്കൊക്കെ സെമിനാറാക്കി കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കലുണ്ട്. സെമിനാറാക്കി. ഇവിടെ അങ്ങനെയല്ല, ടോപ്പിക്ക് ഫുള്ളും ടീച്ചേഴ്സ് തന്നെ പഠിപ്പിക്കുകയാണ്. ടോപ്പിക്ക് ഫുള്ളും പഠിപ്പിക്കും അവര്. പക്ഷെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ സിലബസിൽ പറയുന്ന രീതിയിലുള്ള അസൈൻമെന്റ്സും സെമിനാർസും ആണ് അവർ കൊടുക്കുന്നത്. പഠിപ്പിച്ച സാധനം തന്നെ പഠിച്ച അങ്ങനത്തേതല്ല. അതിനുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. ക്രൈറ്റീരിയയിൽ അനുസരിച്ച് തന്നെയാണ് പോകുന്നത്. പിന്നെ അവർക്ക് നോൺ മെഡിക്കൽ ഉണ്ട്. കുട്ടികളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ നോൺ മെഡിക്കല്. നോൺ മെഡിക്കലില് മെയിൻ ആയിട്ട് വരുന്നത് റഷ്യൻ ലാംഗ്വേജ്. പക്ഷെ അത് ഇറിറ്റേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നോൺ മെഡിക്കൽ സബ്ജക്ട്സ് റഷ്യൻ ലാംഗ്വേജ് പഠിക്കാതെ പേഷ്യന്റിന്റെ അടുത്ത് പോകാൻ പറ്റില്ല അവർക്ക്. ക്ലിനിക്കൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരോട് സംസാരിക്കണമല്ലോ, മനസ്സിലാക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് റഷ്യൻ പഠിക്കണം. പിന്നെ കിർഗിസ് പഠിക്കണം. അത് വേറെ ഉണ്ട്. ഹിസ്റ്ററി ഓഫ് കിർഗിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് അത് പഠിക്കണം. അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് റഷ്യൻ ആണ് അല്ലേ? റഷ്യൻ അല്ല, കിർഗിസ് പറയുമെങ്കിലും റഷ്യൻ ആണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം റഷ്യയുടെ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്ന് പറയുന്ന പോലെ റഷ്യയുടെ തന്നെ ഒരു ഇത് റിപ്പബ്ലിക് ആണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും റഷ്യൻ അറിയാം. മെജോറിറ്റി റഷ്യൻ ആണ് സംസാരിക്കുക. കിർഗിസ്ഥാൻ പഠിക്കണമെന്നില്ല. അതുകൊണ്ട് കിർഗിസ് ഭാഷ പഠിപ്പിക്കുന്നില്ല. കൾച്ചർ, ഹിസ്റ്ററി ആൻഡ് കൾച്ചർ പഠിപ്പിക്കുന്നുണ്ട് നോൺ മെഡിക്കലില്. പിന്നെ ലാറ്റിൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇൻഫർമാറ്റിക്സ് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നോൺ മെഡിക്കലിൽ വരുന്ന മെയിൻ സബ്ജക്ട്സ് ഒക്കെ. ഇത് ഈ ടീച്ചേഴ്സ് അവിടെ ഉള്ള ടീച്ചേഴ്സാണ്, അവിടുത്തെ ഫാക്കൽറ്റീസ് ആണ്. യൂണിവേഴ്സിറ്റി KNUവിന്റെ ഫാക്കൽറ്റീസ് ആണ്. അവര് കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ഓവർ സ്ട്രിക്റ്റ് ആണ്. ഓവർ സ്ട്രിക്റ്റ് ആയാലും ഒരു കുട്ടി ക്ലാസ്സിൽ ഉണ്ടാവില്ല. കാരണം ആരും ഇത് ഇഷ്ടപ്പെടുന്നില്ല കുട്ടികള്. അവർക്ക് ഇവിടുത്തെ മെഡിക്കൽ സബ്ജക്ട്സ് തന്നെ ധാരാളം ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതാണ് കുട്ടികളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സാധനം. പിന്നെ വേറെ അക്കാഡമിക് പ്രശ്നങ്ങളൊന്നുമില്ല. കിർഗിസ്ഥാൻ യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ സിലബസ് കുട്ടികൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സിലബസ് ആണോ? നമ്മുടെ നാട്ടിലെ MBBS സിലബസുമായിട്ട് അതിന് താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ സിലബസ് തന്നെയാണ്. മെഡിക്കൽ അസോസിയേഷന്റെ സിലബസ് തന്നെയാണ് നമ്മുടെ സെയിം. ഇവിടെ നമ്മുടെ എനപ്പോര് അതേ സിലബസ് തന്നെയാണ് അവര് നോക്കുന്നത്. സിലബസിലൊന്നും ഒരു വെള്ളം ചേർത്തിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഇല്ല, പക്ക സിലബസ് ആണ്.